അതിലേക്ക് വരുന്നതിന് മുമ്പ് കൽപ്പനയുടെ കൂടെ തനിച്ചല്ല ഞാനിൽ ഒരു പക്ഷേ ചെറിയൊരു വേഷം കൈകാര്യം ചെയ്ത ഒരു കൊച്ചു കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. നോക്കാം. ഇത് അമ്മയാ, അമ്മുക്കുട്ടിയാ കൽപ്പന ആൻറ്റി. സെറ്റിൽ വെച്ച് ഞാൻ ഒക്കെ കുറുമ്പ് കാണിക്കുമ്പോൾ നല്ല കുട്ടിയാവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഞാൻ നല്ല കുട്ടിയായി കേട്ടോ. നല്ല കുട്ടിയായെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല കുട്ടിയല്ലല്ലോ. അതെ, അല്ല നമ്മളെ തല്ലിപ്പൊളി, അതുകൊണ്ട് ഉപദേശങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. പക്ഷേ കുട്ടിയുടെ സ്വഭാവം മാറിയോ? അയ്യോ, എന്റെ കൊച്ചു കുഞ്ഞാണ്. അല്ല, ആ കുട്ടിക്ക് വല്ല പൊട്ടസ്വഭാവം പഠിപ്പിച്ചു കൊടുത്തത്? ഇല്ല, പൊട്ടസ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇതാ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. അത്ര ദിവസം കിട്ടിയിട്ടില്ല. അത്രയും ദിവസം ഒരു കൈ കിട്ടിയില്ല. എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ എന്റെ മോള് നല്ല മിടുക്കി കുഞ്ഞാ. അപ്പൊ ഞാൻ കുഞ്ഞിനോട് പറയും, കാരണം ഇന്നത്തെ കാലമാണ്. അപ്പോൾ മക്കള്, കാരണം ഇന്ന് പ്രായപരിധി ഒന്നുമില്ല ലോകത്തിന്. അപ്പൊ കുഞ്ഞ് ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരാളിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അത് ആരാന്നറിയണം, അച്ഛൻ്റെ അമ്മയുടെയും കൈ വിട്ടിട്ട് ദൂരെ പോയി സംസാരിക്കുക എന്നൊക്കെ ഞാൻ മോളോട് പറഞ്ഞു. കുട്ടിയെ ജാഗ്രതപ്പെടുത്തി. അതെ, ഉപദേശിയായി. തീർച്ചയായിട്ടും. കൽപ്പനയ്ക്ക് ഈ ബഹുമതി കിട്ടിയപ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ കൽപ്പനയോടൊപ്പം അഭിനയിച്ച ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമുണ്ടാകാം. അവർ പലരും വേണമെങ്കിൽ കൽപ്പനയെ വിളിച്ചിട്ടുണ്ടാകാം. അയ്യോ, ആദ്യം വന്ന മമ്മൂക്കയുടെ മെസ്സേജാണ്. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി, മിസ്റ്റർ സുരേഷ് ഗോപി, അത് കഴിഞ്ഞ് വേണിച്ചേട്ടൻ, വലിയൊരു ഓസ്കാറാണ് വിളിക്കുന്നത് നമ്മൾ, ലളിത ചേച്ചി. അങ്ങനെ ഒരുവിധം എനിക്ക് തോന്നുന്നു മലയാളത്തിന് വിനീത്, ബിന്ദുജ മേനോൻ, കാവ്യ, ഭാവന, അപർണ, എനിക്ക് വേണ്ട എല്ലാ ആർട്ടിസ്റ്റും. ആ അമ്മയുടെ ഡയറക്ടറെ എടുത്ത് വെച്ചിട്ട് വായിക്കേ. അതിലുള്ള എല്ലാവരും തന്നെ, അതിലുള്ളവരെല്ലാവരും, അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഓർത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു. വേണിച്ചേട്ടനൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ഞാൻ അതിൽ നിന്ന് പഠിച്ചത്, ഇവർക്കൊന്നും അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. സലിം കുമാർ എന്നെ വിളിച്ചു. സലിമിന് ഞാൻ മെസ്സേജ് ചെയ്തില്ലായിരുന്നു. ഇവിടെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വലിയ. സലിം കുമാർ പറയേണ്ടതാണല്ലോ, എനിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ കൽപ്പന എന്നെ വിളിച്ചിരുന്നില്ല, എന്നാലും ഞാൻ വിളിക്കുകയാണ്. പക്ഷെ അവരത് പറഞ്ഞില്ല, അവരുടെ മര്യാദയായിരിക്കും. പക്ഷെ അത് പറഞ്ഞിരുന്നു, അത് കേൾക്കാത്തതുകൊണ്ടാണ് കൽപ്പന പറഞ്ഞോ പറഞ്ഞിരുന്നത്. ഞാൻ അറിഞ്ഞിരുന്നത്. വെരി ഗുഡ്. ആദ്യത്തെ ഭാഗം മറ്റേ റിസീവർ അടച്ചു വെച്ച് പറഞ്ഞിട്ട് ആത്മഗതാഗതം അപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കാണും. പക്ഷെ അതിന് ഞാൻ പഠിച്ചു. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടും, ഒരു നല്ല കാര്യവും നമ്മൾ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം. ഇനി വേണിച്ചേട്ടനൊക്കെ വിളിച്ച് ഇനി സങ്കടം വന്നു വിട്ടാജി, വൈകിയെങ്കിലും അത് കിട്ടിയല്ലോ. സുരേഷ് ഗോപിയും പറഞ്ഞതാണ്, നമുക്ക് എഴുതിയത് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പോൾ അതൊക്കെ നമ്മുടെ അവർ തരുന്നൊരു പോസിറ്റീവ് എനർജി നമുക്ക് വന്നില്ലേ. അവാർഡിനേക്കാളും വരുന്നത് അവരൊക്കെ എന്നെ ഓർത്ത് അപ്രിഷ്യേറ്റ് ചെയ്തല്ലോ, കൽപ്പനയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ്. അതിനുശേഷം പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ കൽപ്പനയ്ക്ക് ഒരു വലിയൊരു വ്യത്യാസം തോന്നിയോ? ഇല്ല, ശാരീരികമായ വ്യത്യാസം തോന്നി. ശാരീരികമായി നമ്മൾ കുറച്ച് സൗന്ദര്യം വർദ്ധിച്ചു അങ്ങ് പറഞ്ഞ പോലെ ഐശ്വര്യ റോയ് ആയും തോന്നി. പക്ഷേ ഈ ലെവലിൽ എനിക്ക് തോന്നിയില്ല, കാരണം നമുക്ക് അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിൽ വന്നതല്ലേ. കൽപ്പനയുടെ മോള് പറഞ്ഞ് പിന്നീട് അമ്മ വീട്ടിലേക്ക് വന്നു വരുമ്പോൾ ഒരു വാനിറ്റി ബാഗ് ഇങ്ങനെ കറക്കിയിട്ടാണ് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. പൊതുവേ മിട്ടാജി വാനിറ്റി ബാഗ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി ഞാൻ കറങ്ങിയെങ്ങാനും നടന്നു വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കറങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മോളോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ മിട്ടാജി, ഇത് സ്ക്രോള് പോകുന്നു, ചാനൽ വരുന്നു, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് അവിടുന്ന് വിളിച്ച് പറഞ്ഞു, അമ്മ അവിടുത്തെ ഫോൺ ബ്ലോക്കായി, വേറൊരു ഫോണിൽ നിന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം മോള് പറഞ്ഞത്, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വാങ്ങിച്ച് തരും എന്ന് ചോദിച്ചു. സ്വന്തമായി അവാർഡ് വാങ്ങിച്ചതിന് ഞാൻ എന്ത് വാങ്ങിച്ചു തരുന്നേ, എനിക്കും അമ്മയ്ക്കും മിനു അല്ലേ വാങ്ങിച്ചു തരേണ്ടതെന്നാണ് തിരിച്ച് എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്. ഓ അത് ശരി. സ്വയം അവാർഡ് വാങ്ങിച്ചതിന് ഞങ്ങൾക്കല്ലേ തരേണ്ടതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. കൽപ്പനയുടെ മകള് തന്നെ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം, സംശയമില്ല.